ട്രംപ് തൊടുത്തുവിട്ട ഈ ഒരു താരിഫ് പ്രതിസന്ധി എന്ന് പറയുന്ന ഒരു വജ്രായുധം എന്ന് തന്നെ പറയാം. പല വിപണികൾക്കും പ്രഹരമായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കോമൺ മാനിന് ഇത് കൂടുതൽ മനസ്സിലാകാത്ത ഒരു പ്രതിസന്ധി കൂടി നിലനിൽക്കുകയാണ്. നമ്മൾ വളരെ സിമ്പിൾ ടേംസിൽ ഒരുപാട് തവണ ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ കമന്റ് ആയിട്ടും ഓവർ ദ ഫോൺ കോളും ഒക്കെ തന്നെ നമുക്ക് കുറെ ക്വയറീസ് വരുന്നുണ്ട്. ഇതൊന്ന് അഡ്രസ്സ് ചെയ്യുക. ഈ ട്രംപിന്റെ പ്രതിസന്ധി എത്രത്തോളമാണ് വിപണികളിലേക്ക് ഇമ്പാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത എന്നുള്ളത് നമുക്കത് സിമ്പിൾ ടേംസിൽ പറഞ്ഞു കൊണ്ട് തന്നെ തുടങ്ങാം അല്ലേ? ജാസ്മിൻ, ഇന്ന് രസകരമായ കാര്യം ഞാൻ ഇന്ന് കാണിക്കണം എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ എക്കണോമിക് ടൈംസിന്റെ ഹെഡ്ലൈൻ പറഞ്ഞിരിക്കുന്നത് ഡോൺസീല ക്രഷസ് മാർക്കറ്റ് എന്ന്. ഡോൺസീല, അതായത് ഡൊണാൾഡ് ട്രംപിന്റെ ഡോണും ഗോഡ്സീലയുടെ സിലയും കൂടെ ചേർത്തിട്ടാണ് അതിനകത്ത് നല്ലൊരു ഹെഡ്ലൈൻ വന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. രണ്ടാമത്, നമ്മൾ ഈ ബിസിനസ് സ്റ്റാൻഡേർഡിൽ ഇന്നലത്തെ മാർക്കറ്റിലെ വോളിയം ഷോക്കേഴ്സ് ഉണ്ടല്ലോ, അതായത് ഏറ്റവും കൂടുതൽ വോളിയം നടന്ന ഒരു 10 സ്റ്റോക്ക് എപ്പോഴും സാധാരണ അവർ കാണിക്കാറുണ്ട്. അത് എക്കണോമിക് ടൈംസിലും ഉണ്ട്, ബിസിനസ് സ്റ്റാൻഡേർഡിലും ഉണ്ട്. എല്ലാ പത്രങ്ങളും അല്ലെങ്കിൽ വെബ്സൈറ്റ്സും റിപ്പോർട്ട് ചെയ്യണതാണ്. ഒറ്റ സ്റ്റോക്ക് പോലും അതിനകത്തില്ല എന്നുള്ള കംപ്ലീറ്റ് ETF ആണ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം വോളിയം ഷോക്കേഴ്സ് ആയിട്ട് വന്നേക്കുന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ജനങ്ങളെ ഒന്ന് അല്ലെങ്കിൽ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഫസ്റ്റ് ടൈമാണ് ഞാനും ഇതൊക്കെ തന്നെ കണ്ടുപോകുന്നത്. ഓക്കെ, നേരത്തെ ജാസ്മിൻ പറഞ്ഞ പോലെ ശരിയാണ്, നമ്മുടെ പല പ്രേക്ഷകരും നമ്മളെ നേരിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇത് എന്താണ് സിമ്പിൾ ടേംസിൽ എന്തുകൊണ്ടാണ് ഈ ട്രംപ് ടാരിഫ് വച്ചേക്കുന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മൾ എപ്പോഴും പറഞ്ഞു വന്നിരുന്ന മുഖവര അല്ലെങ്കിൽ പ്രിഫേസ് ഇതായിരുന്നു: 8 ഡെക്കേഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ് പോളിസിയാണ് US ഈ ടാരിഫ് കൊണ്ട് ചേഞ്ച് ചെയ്തതെന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ലോകം ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞു. 1920s-ലും 30s-ലും ആണ് ഇതിന് മുമ്പേ നടന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷം ലോകത്തിന് ഇത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതാണ് ഈ ഇഷ്യൂവിന്റെ ആദ്യത്തെ പ്രോബ്ലം. ഇപ്പൊ കോവിഡിനെ സംബന്ധിച്ച് നമ്മൾ അന്ന് എന്തായിരുന്നു, നമുക്ക് കോവിഡ് എന്താണെന്നും പാൻഡമിക് എന്താണെന്നും നമ്മൾ വായിച്ചു കേട്ടിട്ടല്ലാതെ എങ്ങനെയാണ് അത് എക്കണോമിയെ എഫക്ട് ചെയ്യണേ, എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്ട് ചെയ്യണേ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ ധാരണയില്ലായിരുന്നു. കോവിഡും ട്രേഡ് വാറും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ ഒരു യുദ്ധം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ബാങ്കിന്റെ ഫെയിലുവർ, ഇതൊക്കെ മാർക്കറ്റ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ ടൈപ്പ് മാർക്കറ്റ്, കണ്ടംപററി മാർക്കറ്റ് ഇതൊക്കെ ഫേസ് ചെയ്തൊരു മാർക്കറ്റ്. ബട്ട് ഈ പറഞ്ഞ പോലെ ഈ രണ്ട് കാര്യങ്ങൾ, എസ്പെഷ്യലി ഈ ടാരിഫും അതേപോലെ ഒരു പാൻഡമിക്കും, ശരിക്കും ഈ 2020-ക്ക് ശേഷം ഇന്ത്യ അല്ലെ ഗ്ലോബൽ എക്കണോമി അനുഭവിച്ച രണ്ട് ഇഷ്യൂസും ശരിക്കും നമ്മൾ എത്രയോ കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റിൽ ജീവിച്ചിരിക്കുന്ന പലരും ഇങ്ങനത്തെ ഒരു കാര്യം ഫേസ് ചെയ്തില്ല എന്നുള്ളതാണ് പ്രിഫേസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമതിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ് ഈ ടാരിഫ് എന്നുള്ളതല്ലേ. അതായത് ഈ ലോകത്തിലെ ഒരു ഇക്വിലിബ്രിയം എന്താണെന്നറിയോ? അതായത് ഇപ്പം ഞാനും ജാസ്മിൻ എൻ്റെ രാജ്യത്ത് എന്താണോ ബെസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അത് നമ്മുടെ ലോക്കൽ കൺസംഷൻ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന സർപ്ലസ് ഞാൻ ജാസ്മിൻ്റെ രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, തിരിച്ച് ഒരു റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ രാജ്യത്ത് എന്താണോ ബെസ്റ്റായിട്ടുള്ളത് അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ട് ജനങ്ങൾക്ക് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന സാധനങ്ങൾ എന്താണോ വരുന്നത്, ഞാൻ ആ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ രണ്ടുപേരും പരസ്പരമായിട്ടൊരു ട്രേഡ് നടത്തി പോകുന്നതാണ് ഒരു വേൾഡിലെ ഐഡിയൽ ട്രേഡ് എന്ന് പറയും. ഈ ട്രേഡ് കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. നല്ല സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഏതായാലും പല കൺട്രികൾക്കും ഇത് ബെനിഫിഷ്യലായിട്ട് വന്നു. ചില കൺട്രിക്ക് ടെമ്പററി ആയിട്ട് മോശമായിട്ട് വന്നാലും ബെനിഫിറ്റ് ചെയ്തു. ഇപ്പോൾ US-ന് ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ഈ ട്രേഡിൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അവർ എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്ന കൺട്രിയാണ്. ബട്ട് എന്നും പറഞ്ഞ് US-ന് എക്കണോമിക്ക് ഇതൊരു പ്രോബ്ലമായിട്ട് വന്നിട്ടില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ US-ന് ഇതുകൊണ്ട് ഒരുപാട് രീതിയിൽ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അതിന് പാരലലി ആയിട്ട് നമ്മളിതിന് ഐസൊലേഷനായിട്ട് കാണേണ്ട ബ്രെൻഡൻ വുഡ്സിൽ അവർ ഗോൾഡായിട്ടുള്ള പെഗ്ഗിങ് അവർ മാറ്റി ഏതാണ്ട് യൂണിവേഴ്സൽ കറൻസി ആയിട്ട് ഡോളറിനെ അവർ പ്രൊജക്റ്റ് ചെയ്തു. ഈ പ്രൊജക്റ്റ് ചെയ്ത കാരണം ട്രേഡ് ഡെഫിസിറ്റ് റൺ ചെയ്തെങ്കിൽ പോലും US-ന് വലിയ പ്രോബ്ലം ഇല്ലാതെ മാനേജ് ചെയ്ത് പോയി. അത് മാത്രമല്ല, പ്രോബബ്ലി ലോകത്ത് US is the only country which has got its external debt in their own currency. അതായത് നമുക്കിപ്പോൾ എക്സ്റ്റേണൽ ഡെപ്റ്റ് ഒക്കെ ഇന്ത്യക്ക് റുപ്പിയാണല്ലോ നമ്മുടെ ലോക്കൽ കറൻസി. നമ്മുടെ എക്സ്റ്റേണൽ പുറത്തുനിന്ന് കടം മേടിക്കുന്നതൊക്കെ നമ്മൾ ഡോളറിലാണ് മേടിക്കുന്നത്. ബട്ട് US എന്ന് പറയുന്ന കൺട്രിക്ക് യൂണിവേഴ്സൽ അക്സെപ്റ്റഡ് കറൻസി ആയിട്ട് ഡോളർ നിൽക്കുന്നതുകൊണ്ട് അവർക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന കടവും അവരുടെ തന്നെ കറൻസിയാണ്. അപ്പോൾ എന്തെങ്കിലും ഡെഫിസിറ്റ് വരണമെങ്കിൽ അവർ പ്രിന്റ് ചെയ്യും. അപ്പോൾ ലോകത്ത് ട്രേഡ് ഇങ്ങനത്തെ രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുമാതിരി 95% കൺട്രീസും ഇതിൽ ബെനിഫിറ്റ് ചെയ്തു. ഇപ്പോൾ പല രാജ്യങ്ങളിലേക്കും ടെക്നോളജികൾ വന്നു, കോപ്പിറൈറ്റ് ട്രേഡ് മാർക്കുകൾ വന്നു.
അന്ന് നല്ല രീതിയിൽ ഇൻഡസ്ട്രി ബൂം ചെയ്തു, സിറ്റിസൺസ് നല്ല പ്രോസ്പേർഡായി, നല്ല നല്ല ട്രേഡ് നടന്നു. ഉദാഹരണത്തിന് ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ ഈ പറയുന്ന പോലെ സോഫ്റ്റ്വെയർ എക്സ്പോർട്സ്. നമ്മൾ US വന്ന ഒരു ആവശ്യത്തിന് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മളത് കേറ്റർ ചെയ്തപ്പോൾ എന്താണ് US സംഭവിച്ചത്? US അവിടെ ഒരുപാട് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റി. അവരുടെ ബിസിനസ്സുകൾ എഫിഷ്യൻ്റായി, നല്ല സോഫ്റ്റ്വെയർ സിസ്റ്റംസും പ്ലാറ്റ്ഫോംസും വന്ന് അവരുടെ ബിസിനസ്സുകളെ സഹായിച്ചു. ഇൻ റിട്ടേൺ നമുക്കെന്താ കിട്ടിയത്? നമ്മുടെ ഇവിടെ ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് വന്നു. നമ്മുടെ എഞ്ചിനീയേഴ്സിനും അല്ലാതെ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും പഠിച്ച ഒരുപാട് പിള്ളേർക്ക് ജോലി കിട്ടി. ആ ജോലി കിട്ടിയവർ ഒരുപാട് പേര് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. അതുകൂടാതെ അവരുടെ ഫാമിലിക്ക് ഇവിടെ ഒരുപാട് ബെനിഫിറ്റായി. അവർ സ്ഥലം മേടിച്ചു തുടങ്ങി, അവർ ഇൻവെസ്റ്റ് ചെയ്തു തുടങ്ങി, അവർ സ്റ്റാർട്ടപ്പുകൾ, ഈവൻ എന്താ പറയുക, ഗുർഗാവൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂർ, ഹൈദരാബാദ് ഹൈടെക് സിറ്റി, എന്തിന് നമ്മുടെ ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് അല്ലെങ്കിൽ കൊച്ചിയിലെ ഇൻഫോ പാർക്ക്, ഇതൊക്കെ അതിൻ്റെ ലിവിങ് എക്സാമ്പിൾസ് ആണ്. അതായത് ഒരു ഐഡിയൽ ഇക്വിലിബ്രിയം ട്രേഡ് നടക്കുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ വളരെ വലിയ എക്സാമ്പിൾ. അങ്ങനെ ലോകം വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഗുഡ് എഫക്റ്റും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? ഒരുപാട് കൺട്രീസ്, അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത കൺട്രീസ് ട്രേഡിംഗ് കൺട്രീസായി മാറി. സിംഗപ്പൂർ, ദുബായ്, ഇതൊക്കെ ട്രേഡിംഗ് ഹബ്സ് ആയിട്ട് മാറി. ഒരുപാട് രാജ്യങ്ങളിലേക്ക് കാര്യങ്ങൾ ട്രാൻസ്ഷിപ്മെന്റ് ചെയ്യാനും ഇതുമൊക്കെ ചെയ്ത്, അല്ലാണ്ട് അവർക്ക് ഒന്നുമില്ല, ചെറിയ രാജ്യങ്ങളാണ്. എന്നിട്ടും ദുബായ് പോലെയുള്ള രാജ്യങ്ങളും സിംഗപ്പൂർ രാജ്യങ്ങളും ഒക്കെ ഏതാണ്ട് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്താണ് ഈ ട്രേഡിന്റെ ബ്യൂട്ടിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഈ പറഞ്ഞ പോലെയാണ് ഈ ചൈന സീനിലേക്ക് വരുന്നത്. WTOയിൽ, അതായത് 1990s 2000 ഏർലിയിലും ചൈന സിസ്റ്റത്തിലേക്ക് വന്നതിന് ശേഷം ലോകത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത്. ചൈന ചെയ്തൊരു കാര്യം തരും, ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും, 1990 ഇന്നത്തെ ഡോളർ ടേംസ് വെച്ച് നോക്കുമ്പോൾ നമ്മളും ചൈനയും ഏതാണ്ട് ഒരേ GDP ആയിരുന്നു എന്നുള്ളത്. നമ്മളിപ്പോഴും നമ്മൾ പറയുന്നത് 1992 നമ്മൾ എന്തോ ഭയങ്കര അമാനുഷികമായിട്ടുള്ള റിഫോംസ് ചെയ്തു എന്നാണ്. നമുക്കന്ന് നിവൃത്തികേടായിരുന്നു. അതായത് IMF നമ്മുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളെ ബെയിൽ ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 4-5 കാര്യങ്ങൾ ഇതാണ്, എക്കണോമി ഓപ്പൺ ചെയ്യണം എന്നുള്ള കമ്പൽഷൻസിൽ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇന്നും നമ്മൾ പലരും പറയുന്നത്, ഞാൻ ഉൾപ്പെടെ പറയുന്നത്, നമ്മുടെ ഒരു ഗോൾഡൻ പീരീഡ് ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയണമെങ്കിലും അതിൻ്റെ വാസ്തവം ഇത് തന്നെയാണ്. അവിടുന്ന് ചൈന ഗ്രോ ചെയ്ത് എങ്ങനെയാണ്, ഇന്ത്യ ഗ്രോ ചെയ്തതെന്ന് നമുക്ക് മുന്നിൽ തന്നെ നമുക്കിത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ ചൈന എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഓവർ കപ്പാസിറ്റി എല്ലാത്തിലും അവരുണ്ടാക്കിയെന്ന്. അതായത് അവരുണ്ടാക്കുന്ന GDPയുടെ 39% മാത്രമേ അവർക്ക് അവരുടെ ചൈനീസ് സിറ്റിസൺസിന് ആവശ്യമുള്ളൂ. ബാക്കി 61% അവർ എക്സസ് ആയിട്ട് എല്ലാ ഇൻഡസ്ട്രിയിലും എല്ലാ മര്യാദകളും കിടന്നാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതെങ്ങനെയാണ് അവർ ചെയ്യുന്നത്? എന്നിട്ട് ആ ഉണ്ടാക്കിയിരുന്ന സർപ്ലസ് അവരെന്ത് ചെയ്തു? മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കറൻസിയെ ഡീവാല്യൂറ്റ് ചെയ്ത് വെച്ചു ആർട്ടിഫിഷ്യലി. നന്നായിട്ട് അവിടുത്തെ നമ്മളൊരു ഡെമോക്രാറ്റിക് സിസ്റ്റം ഒന്നുമല്ല, അവിടെ നന്നായിട്ട് ലേബർ എക്സ്പ്ലോയിറ്റേഷനൊക്കെ ചൈനയിൽ നടന്നിട്ടുണ്ട്. അങ്ങനെ വളരെ കോമ്പറ്റീറ്റീവായി വളരെ ചീപ്പ് റേറ്റിൽ ചൈനീസ് ഫാക്ടറിയിൽ നിന്ന് സാധനങ്ങൾ വെളിയിലേക്ക് വന്നു. അത് കംപ്ലീറ്റ് നേരെ അങ്ങ് US അങ്ങ് ഡംപ് ചെയ്തു. US മാത്രമല്ല, പല രാജ്യങ്ങളും ഡംപ് ചെയ്തു. ഇന്ത്യയും അതിൻ്റെ ഒരു വിക്ടിമാണ്. ഇന്ന് പീയൂഷ് ഗോയൽ, നമ്മുടെ ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ, ഇന്നലെ നടത്തിയൊരു സ്പീച്ചിൽ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ചൈനയെ ബ്ലെയിം ചെയ്യുന്നുണ്ട് ഈ US ടാരിഫിൻ്റെ കാര്യത്തിൽ. ചൈന ആ പ്രെഡേറ്ററി പ്രൈസിങ് തടുത്ത കാരണം എന്താ? പല ഇൻഡസ്ട്രികളും പല രാജ്യങ്ങളിലെയും തകർന്നു. പല ബിസിനസ്സുകളും റപ്ചേർഡായിപ്പോയി. അങ്ങനെ പലയിടത്തും ജോബ് ലോസുകൾ ഉണ്ടായി. എന്നിട്ട് ഈ ട്രേഡ് സർപ്ലസ് കൊണ്ട് ചൈന എന്താ ചെയ്തതെന്നറിയോ? അതായത് ചൈനയ്ക്കും US തമ്മിലുള്ള ഒരു ഇക്വേഷനിൽ ചൈന ഒരുപാട് കാര്യങ്ങൾ US എക്സ്പോർട്ട് ചെയ്യും, വളരെ കുറച്ച് ഇമ്പോർട്ട് ചെയ്യുകയും മാത്രം ചെയ്തു. ഈ അഡീഷണൽ ആയിട്ട് കിട്ടുന്ന മണി ചൈന എന്ത് ചെയ്തു? തിരിച്ച് US ബോൺഡ്സിലും US സ്റ്റോക്സിലും തന്നെ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ള. അപ്പോൾ ട്രംപ് പറയുന്ന അതാണ്, അതായത് നമ്മളെ കൊണ്ട് ബെനിഫിറ്റ് ചെയ്ത രാജ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ലോകത്തുള്ളത്. അതായത് നമുക്ക് ചീപ്പ് റേറ്റിന് സാധനങ്ങൾ തന്നു, നമ്മുടെ നിന്നൊന്നും മേടിക്കാതിരുന്നിട്ട് ആ എക്സസ് ക്യാഷിൽ അവരുടെ ജനങ്ങളും പോപ്പുലേഷനുമാണ് വലുതായി വരുന്നത് എന്നുള്ളതാണ് ചൈനയ്ക്കെതിരെ ഏറ്റവും വലിയ കംപ്ലൈൻ്റ് എന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്തു? 2016 ഇദ്ദേഹത്തിന് ഈ ഒരു ട്രംപ് ഒരു നാഷണലിസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസിയെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇത് ഞാൻ എന്നേക്കുമായി സ്റ്റോപ്പ് ചെയ്യും, നമ്മൾ കുറേ നാളായിട്ട് കാണിച്ച ഹിസ്റ്റോറിക് ബ്ലണ്ടർ ഞാൻ കറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലേക്ക് 2016 വരെ അദ്ദേഹം ആദ്യം വന്നിട്ട് ചെയ്തതെന്നറിയോ? വീണ്ടും ചൈനയ്ക്ക് മാത്രമേ അന്ന് അവർ ടാരിഫ് വെച്ചിട്ടുള്ളൂ. കാര്യം ചൈനയാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ള രീതിയിലാണ്. അന്ന് ചൈന എന്ത് ചെയ്തെന്നറിയോ? ചൈന അവരുടെ എക്സ്പോർട്സിനെ റീറൂട്ട് ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിൽ കൂടി US മറ്റുള്ള രാജ്യങ്ങളിലേക്കും എത്തിച്ചു എന്നുള്ള. ഈ വിയറ്റ്നാം എന്ന് പറയുന്ന കൺട്രി ഞാൻ വ്യക്തിപരമായിട്ട് ട്രാവൽ ചെയ്തതാണ്. അത് അത്ര വലിയ ഒരു റിച്ച് കൺട്രി ഒന്നും ആയിരുന്നില്ല. ഈ 2015-16 ശേഷം വിയറ്റ്നാമിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സൂപ്പർ നാച്ചുറൽ ഗ്രോത്താണ്. ഒരു പരിധി വരെ നമ്മൾ മലയാള ഭാഷയിൽ പറയണമെങ്കിൽ വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ബിനാമിയായിരുന്നു. ചൈന എന്ത് ചെയ്തു? വിയറ്റ്നാമിലേക്ക് സാധനങ്ങൾ റീറൂട്ട് ചെയ്തു. അവിടുന്ന് കാര്യം വിയറ്റ്നാമിന് US ആയിട്ടും മറ്റുള്ള കൺട്രീസായിട്ട് ടാരിഫ് കുറവാണ്.
അവിടെ നിന്ന് സാധനങ്ങൾ ഡംപ് ചെയ്യാൻ തുടങ്ങി. ഒരു US സെനറ്ററിന്റെ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ CNBC വാച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്, ഫോക്സ് ബിസിനസ് ന്യൂസിലാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഫോർ എവറി $1 വി എക്സ്പോർട്ട് ടു വിയറ്റ്നാം, വിയറ്റ്നാം ഈസ് എക്സ്പോർട്ടിംഗ് ബാക്ക് ടു US $15. $1 നമ്മൾ അങ്ങോട്ടേക്ക് വയ്ക്കുമ്പോൾ $15 വിയറ്റ്നാം നമുക്കിട്ട് തിരിച്ചു തരുന്നത്. ആ $15 $5 ചൈനീസ് ഡംപിംഗ് ആണ്. ഇങ്ങനത്തെ രീതിയിലാണ് ചൈനീസ് എക്കണോമിയെ ഇത് അഫക്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ചൈന ഇപ്പോൾ US പറയുന്നത് എന്താ, ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ സാധനങ്ങളെ ഞങ്ങളുടെ എന്താ പറയുക, അവരുടെ രാജ്യത്തിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് ഏറ്റവും ദേഷ്യം വരുന്ന ഈ നോൺ ടാരിഫ് ചീറ്റിംഗ് ആണ്. അതായത് കറൻസി ഡീവാലുവേറ്റ് ചെയ്ത് വയ്ക്കുക, മറ്റുള്ള രാജ്യങ്ങൾ വഴി റീറൂട്ട് ചെയ്ത് വരിക, ഇങ്ങനത്തേക്കുള്ളൊരു ട്രേഡിങ്ങിൽ ചീറ്റിംഗ് നടത്തി എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ ട്രംപിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്രാവശ്യം എന്ത് ചെയ്തു, എല്ലാ രാജ്യങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യം ചൈനയ്ക്ക് മാത്രം വെച്ചതിൻ്റെ തെറ്റാണ് ഈ വിയറ്റ്നാം എന്ന് പറയുന്ന കൺട്രി ഉദിച്ചതെന്ന് ട്രംപിന് നന്നായിട്ട് മനസ്സിലായതുകൊണ്ട് വേറെ കൺട്രി വഴി അത് റീറൂട്ട് ചെയ്തിരിക്കാൻ വേണ്ടി ബ്ലാങ്കറ്റായിട്ട് ഒരുമാതിരി എല്ലാ കൺട്രിക്കും ടാരിഫ് വച്ചു എന്നുള്ളതാണ് ഇപ്രാവശ്യം നടന്ന ഈ ട്രേഡ് ടാരിഫിൻ്റെ പ്രത്യേകത. റൈറ്റ്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ്, ഏതാണ്ട് 8 decade old പോളിസിയാണ് മാറ്റിയേക്കുന്നത്. ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളതാണ് നമ്മുടെ പ്രേക്ഷകനും കൂടെ ചോദിച്ചത്. ഇതിനകത്ത് എന്താ വെച്ചാൽ നമുക്കിപ്പോൾ മനസ്സിലായ എന്താ, ചൈനയ്ക്കെതിരെയും മറ്റുള്ള രാജ്യങ്ങൾക്കെതിരെയും ടാരിഫ് വച്ചപ്പോൾ, US വച്ചപ്പോൾ ചൈന ഒരു റിറ്റാലിയേറ്ററി ടാരിഫ് തിരിച്ചു വെച്ചു. ഏതാണ്ട് നല്ലൊരു ഭേദപ്പെട്ട എമൗണ്ട് തന്നെ വച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ വരെ ഞാൻ വാച്ച് ചെയ്ത് ഫോക്സ് ബിസിനസ്സും മറ്റുള്ളതെല്ലാം US സെനറ്റേഴ്സിനെയൊക്കെ കാട്ടി നമ്മൾ മനസ്സിലായത് ഏതാണ്ട് 60-70 രാജ്യങ്ങൾ ഇത് നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതായത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ പറയുന്നത് ഞങ്ങൾ എടുത്തു പിടിച്ച് ഞങ്ങൾ റിറ്റാലിയേറ്ററി ടാരിഫ് വയ്ക്കുന്നില്ല. അത് കാരണം ഫ്രാൻസും ജർമ്മനിയൊക്കെ യൂറോപ്യൻ യൂണിയനാണല്ലോ, അവർ പറഞ്ഞു ഞങ്ങൾ നെഗോസിയേഷന് തയ്യാറാണ്. ജപ്പാൻ പറഞ്ഞു ഞങ്ങൾക്ക് നെഗോസിയേഷന് തയ്യാറാണ്. ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ നെഗോഷിയേഷന് തയ്യാറാണ്. UK പറഞ്ഞു നെഗോഷിയേഷന് തയ്യാറാണ്. ബ്രസീൽ പറഞ്ഞു നെഗോഷിയേഷൻ തയ്യാറാണ്. റഷ്യക്കെതിരെ അധികം വച്ചിട്ടുമില്ല ഇപ്രാവശ്യം. അതുകൊണ്ട് ബാക്കി എല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന പോലെ ടാരിഫിന് റെസിപ്രോക്കലായിട്ട് ഞങ്ങൾ അല്ലെങ്കിൽ റിറ്റാലിയേറ്ററി ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഇമ്പാക്റ്റ് കുറഞ്ഞു. ഈവൻ സിംഗപ്പൂർ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി. നല്ല രസമുണ്ട് കാണിക്കും. ഞാൻ പ്രേക്ഷകർക്ക് പറയുന്നത് പറ്റുമെങ്കിൽ യൂട്യൂബിൽ അത് കാണണം. അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ വേൾഡ് ഓർഡർ കംപ്ലീറ്റ് ചേഞ്ച് ആയി. ദ വേ വി ഡു ബിസിനസ് വിൽ ഓൾസോ ചേഞ്ച്. സിംഗപ്പൂർ ഒരുപാട് പഴയ ട്രേഡ് പോളിസിയിൽ ബെനിഫിറ്റ് ചെയ്തൊരു കൺട്രിയാണ്, ട്രേഡിംഗ് കൺട്രിയാണ്. നമ്മുടെ രീതിയിൽ മാറ്റേണ്ടിയിരിക്കുന്നു. വി വിൽ ഇമേർജ് സ്ട്രോങ്ങർ. ഇതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഇത്. ബട്ട് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഈ പറയുന്ന പോലെ നമുക്ക് ഇമ്പാക്റ്റ് കിട്ടി എന്നുള്ള കാര്യത്തിൽ ഇതില്ല. ബട്ട് നമ്മൾ ഒരിക്കലും റിറ്റാലിയേറ്ററി ടാരിഫായിട്ട് മുന്നോട്ട് പോവില്ല എന്ന്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഏതാണ് ഒരുമാതിരി എല്ലാ രാജ്യങ്ങളും ഒരു റീകൺസിലിയേഷൻ്റെ ടോൺ, അതായത് നമുക്ക് ഒരു എന്താ പറയുക, നമുക്കൊരു കോംപ്രമൈസിലേക്ക് പോവാം. ഇന്ത്യയും അത് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിലും ഡിസ്കഷൻസ് തുടങ്ങി. ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്ററിൻ്റെ ഒരു ടീം തന്നെ ഇതിനകത്ത് വേണ്ടി വർക്ക് ചെയ്യുന്നു. നമ്മൾ US ആയിട്ട് ബാക്ക്ഡോർ ചാനൽസ് ഓപ്പൺ ആണ്, പല കൺട്രിയുടെയും ഓപ്പൺ ആണ് എന്ന് പറഞ്ഞു. ഈവൻ വിയറ്റ്നാം വരെ. ഇപ്പൊ ചൈന എന്താ ചെയ്തത്, ചൈന റെസിപ്രോക്കൽ ടാരിഫ് അല്ലെങ്കിൽ റിറ്റാലിയേറ്ററി ടാരിഫ് വെച്ച് US തിരിച്ചടിച്ചെങ്കിലും എനിക്ക് തോന്നുന്നു വിയറ്റ്നാമിനെ പ്രഷറൈസ് ചെയ്ത് US നിന്ന് വിയറ്റ്നാമിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് 0 ആക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് വിയറ്റ്നാമെ കൊണ്ട് ഒരു റീകൺസിലിയേഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ചൈനയുടെ സ്ട്രാറ്റജി. എന്നാൽ മെയിൻലാൻഡ് ചൈന ഇതൊന്നും ചെയ്യാതെ തിരിച്ച് ചലഞ്ചിങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടായിരിക്കാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സാധനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു കാര്യം മാത്രം നമ്മൾ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. ആകപ്പാടെയുള്ള ഒരു ഈവന്റ് എന്ന് പറയുന്നത് മറ്റുള്ള രാജ്യങ്ങൾ ചെയ്യില്ല എന്നുള്ളത് ക്ലിയർ ആക്കി. ഓക്കെ, US ഏതാണ്ട് ഫസ്റ്റ് റൗണ്ട് ഓഫ് ടാരിഫ് നിർത്തി. ചൈന റിറ്റാലിയേറ്റ് ചെയ്തു. ഇതെല്ലാം മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു. ഇപ്പോൾ US പറയുന്നത് ചൈന എടുത്ത് നിങ്ങൾ ഇനി ആ റെസിപ്രോക്കൽ അല്ലെങ്കിൽ റിറ്റാലിയേറ്ററി ടാരിഫ് നിങ്ങൾ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ അടുത്ത ഒരു ടാരിഫ് ഞങ്ങൾ വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ് മാർക്കറ്റിൽ ഇവോൾവ് ചെയ്യുന്നതെന്ന് അറിയില്ല. ബട്ട് ഈ ഒരു റിസ്ക് മാത്രമാണ് മാർക്കറ്റിൽ നിൽക്കുന്ന ഒരു നെഗറ്റീവ് ന്യൂസ്. എന്നാൽ ഒരുപാട് പോസിറ്റീവ് ന്യൂസ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്.